ബഹുമാന്യരെ, നമ്മുടെ അടുത്ത ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന്, നമ്മുടെ ഈ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരു കുടുംബം, ഇപ്പോൾ ഇത്രയും കുടുംബമേ ആയിട്ടുള്ളൂ. ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലുമുള്ള ഇത്രയും ആളുകൾ വരുന്ന വലിയൊരു കുടുംബമാവണമെങ്കിൽ ആരോട് ചോദിച്ചാലും ഒരേ കാര്യം പറയാവുന്ന തരത്തിലേക്ക് നമ്മൾ ആകെ മാറണം. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി വ്യക്തതയോടുകൂടി ഒരേ തരത്തിലുള്ള പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ആശയം എല്ലാവർക്കും എത്തിക്കാൻ പറ്റൂ. ഒരു വലിയ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അത്തരം അഭിപ്രായങ്ങളെല്ലാം തന്നെ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് തന്നെ വരാൻ സാധ്യതയുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പ് ചർച്ചയിൽ ക്രോഡീകരിച്ച് ഒരു പൊതുപരിപാടി തയ്യാറാക്കി കഴിഞ്ഞാൽ ആ പരിപാടി പരമാവധി ഏറ്റവും താഴെ തലം വരെ അതേ പരിപാടി തന്നെ നടത്തുന്ന രീതിയിൽ ഒരു വലിയ ക്യാമ്പയിൻ, പ്രത്യേകിച്ചും ഒരു ബഹുജന പങ്കാളിത്തത്തോടു കൂടി പരമാവധി ജനങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനായിട്ട് മാറണം. അത്തരത്തിലുള്ള ഒരു പരിശീലനം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി അങ്ങോട്ടേക്ക് നടത്തുന്ന ഓരോ പരിശീലനത്തിൻ്റെ ഘട്ടങ്ങൾ ഒന്ന് ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലുള്ള ഘട്ടങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ആ ഘട്ടങ്ങളിൽ അവലംബിക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം പരിശീലനം എന്നുള്ളതിൻ്റെ രീതി ഇതേപോലെ തന്നെ ആദ്യം ഒരാൾ നമ്മുടെ ഈ കൂട്ടത്തിൽ വന്നിട്ടുള്ള നമ്മുടെ ജില്ലാ റിസോഴ്സ് പേഴ്സന്മാരുണ്ട്, അതുപോലെ കുടുംബശ്രീ നമ്മുടെ ശുചിത്വ മിഷൻ്റെയും ഹരിത കേരള മിഷൻ്റെയും പിന്നെ കോർഡിനേറ്റർമാരും സംവിധാനം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഗ്രൂപ്പായിട്ട് ഒരാൾ പൊതുപരിപാടി ഇതേപോലെ ചിത്ര സാർ അവതരിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഈ ക്യാമ്പയിനും ഈ മൊത്തം ഒരു പദ്ധതി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം വേണം. രണ്ടാമത്തെ ഭാഗം ഈ തുടർന്നുള്ള പരിശീലനവും ഗൃഹസന്ദർശനവും പ്രത്യേകമായി ഊന്നിക്കൊണ്ടുള്ള ഒരു അവതരണമായിരിക്കണം രണ്ടാമത്തെ അവതരണം വേണ്ടത്. മൂന്നാമത്തെ അവതരണം എന്ന് പറയുന്നത് ആഗസ്റ്റ് 15-ാം തീയതി നടക്കുന്ന മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനവും അതിൻ്റെ ക്യാമ്പയിനും വിശദാംശങ്ങൾ ഇനി എനിക്ക് ശേഷം ജഗജീവൻ അവതരിപ്പിക്കും. ആ മൂന്നാമത്തെ ഭാഗം അതും അവതരിപ്പിക്കണം. ഇതേപോലെ ആയിരിക്കണം എല്ലാ പരിശീലനങ്ങളിലും നമ്മുടെ ഒരു പൊതു രീതി. അങ്ങനെ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ വരും. രണ്ടാമത്തെ, നമ്മൾ ഈ സംസ്ഥാന പരിശീലനം കഴിഞ്ഞാൽ ജില്ലാതല പരിശീലനം എന്ന് പറയുമ്പം നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു തീയതി ജൂലൈ 21-നകം ജില്ലാതലത്തിലുള്ള പരിശീലനങ്ങൾ നടക്കണം. ആ പരിശീലനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബ്ലോക്കിൽ നിന്ന് ഒരാളും നമ്മുടെ പിന്നെ റിസോഴ്സ് പേഴ്സന്മാരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഈ ജില്ലാതല പഞ്ചായത്തിൽ നിന്ന്, ബ്ലോക്കിൽ നിന്നല്ല പഞ്ചായത്തിൽ നിന്ന് ഒരാളും അതോടൊപ്പം തന്നെ നമ്മുടെ റിസോഴ്സ് പേഴ്സന്മാരും എങ്കിലും വരുന്ന രീതിയിൽ വേണം നമ്മുടെ ജില്ലാതല പരിശീലനം നടത്താൻ. അപ്പോൾ ജില്ലാതല പരിശീലനത്തിൽ നിന്നുള്ള സ്പിരിറ്റ് ഏറ്റവും താഴെ പഞ്ചായത്ത് തലം വരെ എത്തുന്ന തരത്തിലായിരിക്കണം ജില്ലാതല പരിശീലനം ആസൂത്രണം ചെയ്യേണ്ടത്. ജൂലൈ 21-ന് മുമ്പായിട്ട് ജില്ലാതല പരിശീലനത്തിലുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി ഇന്ന് തന്നെ അത് തീർക്കുകയും കൃത്യമായ വിവരങ്ങൾ നേരത്തെ കാലത്ത് തന്നെ കൊടുത്തിട്ട് അതിൻ്റെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം. കിലയാണ് പൂർണ്ണമായിട്ട് പരിശീലനങ്ങളുടെ പിന്നെ ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നത് കിലയായിരിക്കും. കിലയിൽ നിന്ന് സണ്ണി സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം നമുക്കിന്ന് ഇത് ആസൂത്രണം ചെയ്യാൻ പറ്റും. ജില്ലാതല പരിശീലനം കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടുന്ന ബ്ലോക്ക് തല പരിശീലനത്തിൽ ഏറ്റവും ഇത് ഒരു പഞ്ചായത്തിൽ നിന്നും 5 പേരെങ്കിലും ബ്ലോക്ക് പരിശീലനത്തിൽ പങ്കെടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് അത് നിർബന്ധമായിരിക്കണം. 5 പേരെ ഏറ്റവും ചുരുങ്ങിയതാണ്. എന്നാൽ ചില പഞ്ചായത്തുകൾ വാർഡുകളുടെ എണ്ണം കൂടുതലുള്ള പഞ്ചായത്തുകളാകുമ്പം അതനുസരിച്ചിട്ട് ആളുകളുടെ എണ്ണം കൂട്ടണം. അതുപോലെ തന്നെ മുനിസിപ്പൽ തലത്തിൽ പരിശീലനം വേണം. ബ്ലോക്ക് പിന്നെ നഗരസഭാ തലത്തിൽ, അതായത് കോർപ്പറേഷൻ തലത്തിൽ ഉള്ള പരിശീലനവും ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആസൂത്രണം ചെയ്യണം. പക്ഷേ കോർപ്പറേഷൻ തല പരിശീലനം എങ്ങനെ വേണം എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ ആലോചിക്കണം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ 100 വാർഡാണ്. 100 വാർഡിൽ ഒരാൾ മതിയാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അത് സെക്ടർ വൈസ് 2, 3, 4 പരിശീലനങ്ങളായിട്ട് ആലോചിച്ചിട്ട് വേണം അത്തരത്തിലുള്ള പരിപാടി ചെയ്യാൻ. അപ്പോൾ എന്നാൽ മാത്രമേ പരിശീലനം ഇത് മാത്രം പ്രസക്തമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ മുനിസിപ്പൽ തലത്തിലും കോർപ്പറേഷൻ തലത്തിലും അതുപോലെ ബ്ലോക്ക് തലത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു പരിശീലനമാണ് അടുത്ത ലെവലായിട്ട് ബ്ലോക്ക് തല പരിശീലനത്തിൽ പ്രധാനമായിട്ടും വേണ്ടത്. അവിടെയും ഈ അവതരിപ്പിക്കുന്ന രീതി നമ്മുടെ ഈ പറഞ്ഞ അതേ രീതി തന്നെ ആയിരിക്കണം. ഗ്രൂപ്പ് ചർച്ചയിലൂടെ ആ പഞ്ചായത്തിൻ്റെ ഇതിന് പറ്റില്ല, പക്ഷേ ബ്ലോക്ക് തലത്തിലെങ്കിലും ഗ്രൂപ്പായിട്ടിരുന്ന് അവിടുത്തെ വിശദാംശങ്ങൾ ആസൂത്രണം ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ. അടുത്ത തലം എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിൽ മുഴുവൻ വാർഡിൽ നിന്നുള്ള ആളുകളെ, അതായത് നമ്മളെ വളണ്ടിയർമാർ വേണ്ടി വരും, മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾ വേണ്ടി വരും, കുടുംബശ്രീ, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച NSS, NCC, അതുപോലെയുള്ള സ്കൗട്ട്, SPC, അതുപോലെ ആശാ വർക്കർമാരെ, ഇങ്ങനെയുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള പരമാവധി ആളുകൾ, പറ്റുമെന്നുണ്ടെങ്കിൽ അംഗൻവാടി
പിന്നെ ടീച്ചർമാർ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു പരിശീലനമായിരിക്കണം പഞ്ചായത്ത് തലത്തിൽ. അത് വാർഡ് തലത്തിൽ നമുക്ക് പരിശീലനം ആദ്യം നടത്താൻ പ്രയാസമായിരിക്കും. പക്ഷെ പഞ്ചായത്ത് തലത്തിൽ ഇവരെല്ലാം കൂടെ വിളിച്ചു ചേർത്ത് ഒരു പരിശീലനം നടത്തുകയും ആ പരിശീലനത്തിന് ശേഷം പിന്നീട് ഇവർ ഈ വാർഡിൽ നിന്നുള്ള ആളുകൾ അവിടെ വെച്ചൊരു ഗ്രൂപ്പ് ചർച്ച നടത്തുകയും ഗ്രൂപ്പായിട്ടൊരു ധാരണ ഉണ്ടാക്കുകയും പിന്നീട് അവർ വാർഡിൽ കൃത്യമായിട്ട് 50 വീടുകൾക്ക് 2 പേരുള്ള ടീം ഉണ്ടാക്കി ആ ടീമിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യും വേണം. അപ്പോൾ ബ്ലോക്ക് തല പരിശീലനം എന്ന് പറയുന്നത് നമുക്ക് ജൂലൈ 28-നകം ബ്ലോക്ക് തല പരിശീലനം പൂർത്തീകരിക്കണം. നമ്മൾ ജൂലൈ 21-നകം ജില്ലാതലം തീർന്നാൽ ബ്ലോക്ക് തല അല്ലെങ്കിൽ മുനിസിപ്പൽ തലം കോർപ്പറേഷൻ തല പരിശീലനം പൂർണ്ണമായിട്ടും ജൂലൈ 28-നകം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റണം. വാർഡ് തലത്തിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിൽ ആളുകളെ വിളിച്ചിട്ടുള്ള പരിശീലനവും അതോടൊപ്പം തന്നെ വാർഡിൻ്റെ മറ്റ് വിശദാംശങ്ങളും ജൂലൈ 30-നകം നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റണം. അപ്പോൾ ജൂലൈ 30-ഓടുകൂടി പരിശീലനത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും തയ്യാറാക്കി ഒരു ടീം സജ്ജമാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെറും 15 ദിവസമേ ഉള്ളൂ ഇന്ന് മുതൽ കൂട്ടിയ. അപ്പോൾ 15 ദിവസത്തേക്ക് വളരെ കൃത്യമായി ചിട്ടയായി നമ്മളൊരു പ്ലാൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ വന്നിട്ടുള്ള ആളുകളെ ഉള്ളൂ, നമ്മൾ തന്നെ ഉള്ളൂ വർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു ടീമായിട്ടിരുന്ന് ഓരോ ദിവസവും മൈന്യൂട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്താൽ നമുക്കതൊരു പ്രയാസമല്ല. 15 ദിവസം കൊണ്ട് സമയബന്ധിതമായിട്ട് നമ്മൾ ഈ പരിശീലനം പൂർത്തീകരിക്കണം. പരിശീലനം പൂർത്തീകരിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചു ആഗസ്റ്റ് 6 മുതൽ 13 വരെയാണ് നമ്മൾ ഈ ഗൃഹസന്ദർശനം നടത്തേണ്ടത്. അപ്പം 6 മുതൽ 13 വരെ ഗൃഹസന്ദർശനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് 31 മുതൽ 5 വരെയുള്ള 5 ദിവസം നമുക്കുണ്ട്. ഈ 5 ദിവസം വാർഡിൽ എവിടെയെങ്കിലും ഒരു 50 വീടിന് ആൾ കുറവുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാൻ, അതുപോലെ ടീമിന് പിന്നെ വേറെ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള സമയം നമുക്കൊരു 4-5 ദിവസം സ്പേസ് ഇട്ട് കൊടുത്താൽ മാത്രമേ ഈ വാർഡ് തലത്തിലുള്ള ഓരോ ഗൃഹസന്ദർശനവും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫലപ്രദമായിട്ട് പോകാൻ പറ്റും. ഗൃഹസന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ പിന്നെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓരോ ടീമിൻ്റെയും കയ്യിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥിതിവിവര നിർണ്ണയത്തിൻ്റെ ഒരു ചെറിയ ഫോറം ഉണ്ടാവും. കഴിയുന്നതും നമ്മൾ ഈ സർവേ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ് നല്ലത്. സർവേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ ഒരു സ്ഥിതിവിവര നിർണ്ണയം നമ്മൾ അന്വേഷിക്കുക എന്നുള്ള രീതിയിലേക്ക് വരണം. കാരണം ഈ ആളുകൾ ഈ സർവേ എന്ന് കേൾക്കുമ്പം പറയും എത്ര സർവേയും കൊണ്ട് നിങ്ങൾ വന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥിതിവിവര നിർണ്ണയത്തിൻ്റെ ആ ഒരു വിവരം നമുക്ക് അറിയണം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാലിന്യ സംസ്കരണ രീതികൾ പരിചയപ്പെടുത്തുന്ന അതിപ്പോൾ തരും. അപ്പോൾ അതും നമ്മളെ കയ്യിൽ നമുക്ക് നല്ല ഈ വളണ്ടിയേഴ്സായിട്ട് പോകുന്നവർക്ക് കൃത്യമായ ധാരണ വേണം. ഒരാൾ ചോദിച്ചാൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു FAQ പോലെ അത് തയ്യാറാക്കി നമുക്ക് പിന്നീട് തരാം. പക്ഷേ കൃത്യമായിരിക്കണം, അതിനകത്തൊരു സംശയം ഉണ്ടാവരുത്. എങ്ങനെയാണ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റിംഗ് എങ്ങനെയാണ്, എന്താണ് ഈ തുമ്പൂർ മോഡൽ എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റുന്ന പാകത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ കൊടുക്കണം. അതിനൊക്കെ കൂടിയാണ് നമുക്കൊരു 5 ദിവസം ഉള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അടിയന്തര ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക പശ്ചാത്തലം. കാരണം നമ്മൾ ഇപ്പോൾ വാർഡ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളുള്ള സമയമാണല്ലോ. ഈ എന്താ പറയുക, പകർച്ചപ്പനിയും ഒക്കെ തന്നെ വളരെ വ്യാപകമാണ്. മാലിന്യ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ള ഇതൊക്കെ ആയിട്ട് ചർച്ച നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഉടൻ വീട്ടിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ കുറിപ്പും കൂടി നമ്മുടെ കയ്യിലുണ്ടാവും. ആ കുറിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രോഷർ പോലെ ചെറിയൊരു സാധനം, അതത് വീട്ടിൽ കൊടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ ഉടനെ ചെയ്യണം എന്ന് പറയും. അതിലേറ്റവും പ്രധാനം ഫ്രിഡ്ജിൻ്റെ പുറകുവശമുള്ള നമ്മുടെ കളക്ട് ചെയ്യുന്ന വെള്ളം, ആ വെള്ളത്തിനകത്തുള്ള ലാർവയെ എടുത്ത് കളയാമെന്നുള്ളതാണ്. ആ വെള്ളം ശുദ്ധീകരിക്കുക, അത് ഒരു 3 ദിവസത്തിലൊരിക്കൽ എങ്കിലും ചെയ്യണം. അല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഒരു 10-16 എണ്ണം അത് ഒരു പോയിൻ്റായിട്ട് ചെയ്യേണ്ട, അതും കൂടെ വീട്ടിൽ കൊടുത്ത് പറയണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആക്ഷനിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ. അതോടൊപ്പം തന്നെ പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 6-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ആയാൽ ഒരു ദിവസം നമുക്ക് ഗ്യാപ്പുണ്ട്. 14-ന് 13-ന് മുമ്പേ തന്നെ തീർത്താൽ അത് ആ ദിവസം തന്നെ വാർഡ് തലത്തിലുള്ള ക്രോഡീകരണം നടത്തണം. ക്രോഡീകരിക്കാനുള്ള ഫോറം ഇതിൻ്റെ കൂടെ തന്നെ തരും. അത് പിന്നെ സംശയം ഉണ്ടാകരുത്. ഒരു ടീം പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ 50 വീടിൻ്റെ ക്രോഡീകരണം നടത്തണം. 50 വീട്, ഒരു വാർഡിൽ 10 ടീമുണ്ടെങ്കിൽ ആ 10 വീടിൻ്റെയും ഫോറം വാങ്ങി പിന്നെ വാർഡ് തല ക്രോഡീകരണം നടത്തണം. വാർഡ് തല ക്രോഡീകരിച്ച ഫോറുമായിട്ടാണ് നമ്മൾ 14-ാം തീയതി ഒരു സാധനം പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് 15-ാം തീയതി പ്രഖ്യാപനത്തിന് പോകേണ്ടത്. അപ്പോൾ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ വെറുതെ പ്രഖ്യാപനമല്ല, നമ്മൾ പോയതിൻ്റെ പഞ്ചായത്തിലെ വാർഡിലെ വീട്ടിലെ വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണം കൂടി പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് നടത്തുക. അപ്പം അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ ക്രോഡീകരണം വളരെ പ്രധാനമാണ്. അപ്പോൾ ക്രോഡീകരിക്കാനുള്ള പരിശീലനം ഉൾപ്പെടെ ഈ പരിശീലന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റണം. അത്ര വൃത്തിയായിട്ട് തന്നെ കൊടുത്താൽ മാത്രമേ ഇത് നടത്താൻ പറ്റൂ. മാത്രമല്ല ഇതിന് അനുപൂരകമായിട്ട് നേരത്തെ സാറ് പറഞ്ഞ
ഒന്ന്, ജില്ലാ മിഷൻ യോഗം ജൂലൈ 18 ആകുമ്പോഴത്തേക്കും അതിനുള്ള ആദ്യത്തെ കത്ത് തയ്യാറായിട്ടുണ്ട്. അത് നാളെ മറ്റന്നാൾ കൊണ്ട് ആ വിവരങ്ങൾ എന്തായാലും അത് ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ആസൂത്രണം ചെയ്ത് ഇന്ന് പല ഡേറ്റുകളും പല ജില്ലകളും തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പോകണം. അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തല പിന്നെ മിഷൻ്റെ യോഗം ജൂലൈ 22 ആകുമ്പോഴത്തേക്കും അത് പൂർത്തീകരിക്കാൻ അത് അനുപൂരകമായിട്ട് അത് നടക്കും. മൂന്നാമത്തത് വാർഡ് തല സാനിറ്റേഷൻ സമിതി യോഗവും ജൂലൈ 26 തീയതി ആകുമ്പോഴത്തേക്കും അതും നടക്കേണ്ടതുണ്ട്. അപ്പം അതും ഒരു സമാന്തരമായി നടത്തണം. ഈ യോഗങ്ങൾക്കുള്ള ഈ യോഗങ്ങളിൽ പോകാനും വിശദീകരിക്കാനും അതുപോലെ തന്നെ അതിന് വിശദാംശങ്ങൾ പറയാനും ഒക്കെ ഉള്ളവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് പരിശീലനം, ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മുടെ കണ്ണു വരുന്ന പോലെ തന്നെ മറുഭാഗത്ത് ഈ കൃത്യമായിട്ടുള്ള നമ്മുടെ ഈ യോഗങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അനുപൂരക സംവിധാനം റെഡിയാക്കി എടുക്കുക എന്നുള്ള പണിയും കൂടി നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്ക് വരും. ഈ രണ്ട് കാര്യങ്ങൾ സമാന്തരമായിട്ട് പോവുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. ഇനി അടുത്ത ഭാഗം നമ്മുടെ ജൂലൈ 15-ന് ആഗസ്റ്റ് 15-ന് നടത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. കേരളം വളരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന എങ്ങനെയായിരിക്കണം ആ പ്രഖ്യാപനം, ക്യാമ്പയിൻ എന്നുള്ളതിന് വിശദാംശങ്ങൾ ജഗജീവനാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാൻ.